നമസ്തേ. നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു റൂം കറക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പാലിക്കേണ്ടതായിട്ടുള്ള വാസ്തുപ്രകാരം ഫെങ്ഷുയി പ്രകാരമായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഒന്ന്, നമ്മളൊരു വീട് വയ്ക്കുമ്പോൾ വെയിറ്റുള്ള സാധനങ്ങൾ നമുക്ക് എവിടെ വയ്ക്കാം? ഏറ്റവും വെയിറ്റുള്ള സാധനം കന്നിയിൽ കൊണ്ടുവന്ന് വയ്ക്കാം. അത് കഴിഞ്ഞിട്ട് അതുപോലെ തന്നെ വെയിറ്റുള്ള സാധനങ്ങൾ എവിടെയൊക്കെ വയ്ക്കാം? സൗത്തിലും വയ്ക്കാം, വെസ്റ്റിലും വയ്ക്കാം. അതേസമയം നോർത്തിലും നോർത്ത് ഈസ്റ്റിലും നമുക്ക് ഭാരങ്ങളുള്ള സാധനങ്ങൾ പരമാവധി ഒഴിവാക്കുന്നതാണ് നല്ലത്. കാരണം അത് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. വീടിന് ഒരു ബാലൻസിങ് ഉണ്ട്. അപ്പോൾ കന്നി ഉയർന്ന് നോർത്ത് ഈസ്റ്റ് താന്ന്, കന്നിയിൽ വെയിറ്റ് കയറി നോർത്ത് ഈസ്റ്റ് ഫ്രീ ആക്കി വയ്ക്കുന്നതാണ് എപ്പോഴും വാസ്തുപ്രകാരം നല്ലത്. ഇത് നമ്മളൊരു റൂം ചെയ്യുമ്പോഴത്തേക്കായാലും ഇതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ നമ്മൾക്കൊരു ബെഡ്റൂം എടുത്തു. ഇപ്പോൾ ഒരു ബെഡ്റൂം നമുക്ക് കിട്ടി. ആ ബെഡ്റൂം നമുക്ക് എങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ആ ബെഡ്റൂമിലേക്ക് ഒരു അലമാര കൊണ്ടുവയ്ക്കാം. അത് ഏത് റൂമിലും ആയിക്കട്ടെ, കന്നിമൂലാണെങ്കിൽ കന്നിമൂല, അല്ലെങ്കിൽ മറ്റൊരു റൂമാണെങ്കിൽ അങ്ങനെ. നമ്മളുടെ ബെഡ്റൂം ഈ രീതിക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തു? അലമാര കൊണ്ടുവച്ചു. എവിടെ വെച്ചു? സൗത്ത് വെസ്റ്റ് കോർണറിൽ വെച്ചു, അതായത് തെക്ക് പടിഞ്ഞാറേ മൂലയിൽ വെച്ചു. നമ്മൾ നേരത്തെ എന്താ പറഞ്ഞത്? ഏറ്റവും ഉയർന്നതും വെയിറ്റ് ഉള്ളതുമായിട്ടുള്ള സാധനങ്ങൾ കന്നിയിൽ വെക്കാന്ന് പറഞ്ഞു. റൂമിലും അതേ മെത്തേഡ് തന്നെ നമ്മൾ സ്വീകരിക്കുന്നത്. സൗത്ത് വെസ്റ്റ് ഭാഗം ഉയരമുള്ള അലമാരയും വെയിറ്റ് ഉള്ള അലമാരയും കൊണ്ടുവന്ന് സൗത്ത് വെസ്റ്റിൽ വെച്ചു. ഇനി അടുത്തത് നമുക്ക് കട്ടിലിടണം. കട്ടിലിടണമെന്നുണ്ടെങ്കിൽ എവിടെ വെക്കാം? സൗത്തിൽ കട്ടിലിടാം. അപ്പോഴത്തേക്ക് അവിടെ ആ വെയിറ്റ് അതിനെക്കാട്ടി അല്പം താന്ന് ഈ ഭാഗം ഇരിക്കുന്നു. അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് നമുക്ക് എൻട്രൻസ് കൊടുക്കാം. ഇത് നമുക്ക് കബോർഡുകളായാലും മറ്റുള്ളതായാലും വെസ്റ്റിലും സൗത്തിലുമായിട്ട് ചെയ്യാം. നോർത്ത് ഈസ്റ്റ് ഭാഗം, അതായത് നോർത്തും ഈസ്റ്റും നമുക്ക് മാക്സിമം ഫ്രീ ആക്കി ഇട്ടുകൊണ്ട് ഇതിനെ ബാലൻസ് ചെയ്യാവുന്നതാണ്. നമ്മളിന്ന് നേരെ ഫെങ്ഷുയിലേക്ക് പോകുന്നു. ഓരോന്നും ഇരിക്കേണ്ടതായിട്ടുള്ള സ്ഥലങ്ങളുണ്ടെന്ന് ഫെങ്ഷുയിൽ പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 എലമെന്റ്സിന്റെ തിയറി ഫെങ്ഷുയിലുണ്ട്. അതായത് പഞ്ചഭൂതങ്ങൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഭൂമി, വായു, ആകാശം, അഗ്നി, ജലം, ഇതാണ് പഞ്ചഭൂതങ്ങളായിട്ട് കണക്കാക്കുന്നത്. പക്ഷെ ഫെങ്ഷുയിൽ വരുമ്പോഴത്തേക്ക് വുഡ്, മെറ്റല്, വാട്ടർ, ഫയർ, പിന്നെ എർത്ത്, ഇതാണ് 5. അപ്പോൾ ഇതിന് ഓരോന്നിൻ്റെ ആയിട്ടുള്ള ഡയറക്ഷൻ ഉണ്ടെന്ന് ഫെങ്ഷുയി പറയുന്നു. അപ്പോൾ എർത്തിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് സൗത്ത് വെസ്റ്റ് ഭാഗത്താണ്. അപ്പോൾ നമുക്ക് എർത്ത് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങൾ, ഇപ്പം കുറച്ച് മണ്ണിട്ട് നമുക്ക് ഉയർത്തണമെങ്കിൽ എവിടെ ഉയർത്താം? സൗത്ത് വെസ്റ്റിൽ ഉയർത്താം. അതേ കണക്ക് നമുക്ക് പ്ലാന്റുകൾ വെക്കണമെങ്കിൽ, പ്ലാന്റുകൾ വെക്കാനായിട്ട് ഫെങ്ഷുയിൽ ഏറ്റവും നല്ല സ്ഥലമായിട്ട് പറയുന്നത് എവിടെയാണ്? ഈസ്റ്റിൽ വെക്കാം, സൗത്ത് ഈസ്റ്റിൽ വെക്കാം, വേണമെങ്കിൽ സൗത്തിലും വെക്കാം. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റുകൾ, റെഡ് ലൈറ്റുകൾ, ഇതൊക്കെ കൊടുക്കാൻ പറ്റിയ സ്ഥലങ്ങൾ എവിടെയാണ്? സൗത്ത് വെസ്റ്റും കൊള്ളാം, അതുപോലെ തന്നെ സൗത്തിലും കൊള്ളാം. അപ്പോൾ ഈ സ്ഥലത്ത് നമുക്ക് ലൈറ്റുകൾ കൊടുക്കാം. ഇപ്പോൾ ലൈറ്റിൻ്റെ സ്ഥലമായി, നമുക്ക് കൂടുതലായിട്ട് എർത്ത് ഉപയോഗിക്കേണ്ട സ്ഥലമായി, അതുപോലെ തന്നെ പ്ലാന്റുകൾ ഉപയോഗിക്കേണ്ട സ്ഥലമായി. ഇനി നമുക്ക് മെയിനായിട്ട് വരുന്നത് എന്താണ്? വാട്ടറാണ്. വാട്ടർ ഫെങ്ഷുയിൽ വെക്കാവുന്നതായിട്ട് ഏറ്റവും നല്ല സ്ഥലം എന്ന് പറയുന്നത് നോർത്താണ്. ഇപ്പം നിങ്ങളുടെ വീടിൻ്റെ നോർത്ത് ഭാഗത്ത് നിങ്ങൾ ഒരു വാട്ടർ ആക്ടിവേഷൻ കൊടുത്തു നോക്കൂ. 21 ദിവസത്തിനകത്ത് തന്നെ അതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും. വാട്ടർ ആക്ടിവേഷൻ കൊടുക്കാൻ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അക്വേറിയം ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വാട്ടർ ഫൗണ്ടൻ ചെയ്യാൻ പറ്റും, അതുപോലെ തന്നെ വീടിൻ്റെ പുറത്താണെങ്കിലോ ഒരു മൂവിങ് വാട്ടർ വയ്ക്കാനും പറ്റും. അപ്പോൾ വാട്ടർ എപ്പോഴും നമ്മൾ എവിടെ കൊടുക്കണം? നോർത്തിൽ കൊടുക്കണം. അറിഞ്ഞോ അറിയാതെയോ നമ്മൾ കൊണ്ടുവന്ന് ഈ വാട്ടർ സൗത്തിൽ വെച്ചാൽ എന്ത് ചെയ്യും? ഈ സൗഭാഗ്യങ്ങളെല്ലാം കേടും. കാരണം അവിടുത്തെ എലമെന്റ് എന്താണ്? ഫയർ എലമെന്റ് ആണ്. അവിടെ നമ്മൾ എന്താ കൊണ്ടുവയ്ക്കുന്നത്? നേരെ ഓപ്പോസിറ്റ് എനർജി ആയിട്ടുള്ള വാട്ടർ കൊണ്ടുവയ്ക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും വാട്ടർ സൗത്തിൽ വരാൻ പാടില്ല. അടുത്ത നമ്മൾ ഇതിലേക്കാണ് പോകുന്നത്, മെറ്റൽ എനർജി. മെറ്റൽ എനർജിക്ക് നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പടിഞ്ഞാറ് ഭാഗത്തും വടക്ക് പടിഞ്ഞാറ് ഭാഗത്തും മെറ്റൽ എനർജി വയ്ക്കാം. അപ്പോൾ മെറ്റലുമായിട്ട് ബന്ധപ്പെട്ട പ്രകൃതിയിലുള്ള എല്ലാ വസ്തുക്കളെയും 5 കാറ്റഗറി ആയിട്ടാണ് ഫെങ്ഷുയിൽ വേർതിരിച്ചിരിക്കുന്നത്. ഇപ്പം നമുക്കൊരു ക്ലോക്ക് കിട്ടി. ഈ ക്ലോക്കിൻ്റെ സ്ഥാനം എവിടെയാണ്? നോർത്ത് വെസ്റ്റ് ഭാഗത്താണ്. അതൊരു മെറ്റൽ എനർജി ആയിട്ടാണ് ഫെങ്ഷുയിൽ കണക്കാക്കുന്നത്. അപ്പോൾ നോർത്ത് വെസ്റ്റ് ഭാഗത്ത് നമുക്ക് ക്ലോക്ക് വയ്ക്കാം, വെസ്റ്റ് ഭാഗത്തും വയ്ക്കാം, കാരണം 2 മെറ്റൽ എനർജിയാണ്. അതേപോലെ തന്നെ നമുക്കൊരു വിൻചയം കിട്ടി. വിൻചയം കിട്ടുമ്പോൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലം ഏതാണ്? നോർത്ത് വെസ്റ്റ് ഭാഗത്ത് വിൻചയം ചെയ്യാം, അല്ലെങ്കിൽ വെസ്റ്റിലും ചെയ്യാം. പക്ഷെ കൂടുതൽ റിസൾട്ട് കിട്ടുന്നത് നമുക്ക് എവിടെയാണ്? നോർത്ത് വെസ്റ്റ് ഭാഗത്താണ്. അപ്പോൾ ഓരോ വസ്തുക്കൾക്കും അതിൻ്റേതായിട്ടുള്ള സ്ഥാനമുണ്ട്. അതാത് സ്ഥലങ്ങളിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരും. അതേസമയം നമ്മൾ സ്ഥാനം തെറ്റി വയ്ക്കുകയാണെങ്കിൽ നമ്മളെ സൗഭാഗ്യങ്ങളെ ക്രമേണ ഇല്ലാതാക്കാനും ഈ എലമെൻറ്റുകൾക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ ഓരോ കാര്യവും കൃത്യമായ നിർദ്ദേശത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ലൈഫ് സ്റ്റൈൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫെങ്ഷുയി എന്ന് പറയുന്ന മഹത്തായ ശാസ്ത്രം നിങ്ങളെ സഹായിക്കുന്നതാണ്. എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.